നമസ്കാരം. മകൾ വീണ വിജയന്റെ കമ്പനി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് 5 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CMRL കൂടാതെ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിരുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മാസപ്പടി വിഷയത്തിൽ ഏതൊക്കെ ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും, അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്ന് കർണാടക ഹൈക്കോടതി വിധിയിൽ നിന്നും ഉയർന്നു വന്നതാണ് ഈ ചോദ്യങ്ങളെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ. മകൾ വീണ വിജയന്റെ കമ്പനിയെ സംബന്ധിച്ച് ഏജൻസികൾ വിവരങ്ങൾ തേടിയിരുന്നു എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാമോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. കർണാടക ഹൈക്കോടതി വിധിയിൽ CMRLും വീണ വിജയനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് 2021 ജനുവരി 29-ന് ED നൽകിയ വിവരത്തെ തുടർന്നാണ് ROC നോട്ടീസ് അയച്ചത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2021-ൽ ED അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് 3 വർഷം ED അന്വേഷണം മൂടിവെച്ചത്? CPM-BJP ധാരണ പ്രകാരമല്ലേ എക്സാലോജിക് വിഷയത്തിൽ ED അന്വേഷണം തടസ്സപ്പെട്ടത്? ഇടനിലക്കാരായി പ്രവർത്തിച്ച BJP നേതാക്കൾക്കും ഈ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നപ്പോൾ മകളുടെ വാദം കേൾക്കാൻ തയ്യാറായില്ല എന്ന പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അത് തെറ്റാണെന്ന് ROC റിപ്പോർട്ട് കൂടി വന്നതോടെ വ്യക്തമായി. മാസപ്പടി വിഷയത്തിൽ ഏതൊക്കെ ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? CMRLന് പുറമെ വീണയുടെയും എക്സാലോജിക്കിന്റെയും അക്കൗണ്ടുകളിലേക്ക് ചാരിറ്റി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ മാസപ്പടി അയച്ചിട്ടുണ്ടെന്ന് ROC കണ്ടെത്തിയിട്ടുണ്ട്. CMRLനെ കൂടാതെ എക്സാലോജിക്കിന് മാസപ്പടി നൽകിയിരുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ എന്ന രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്, എക്സാലോജിക്കിന് മാസപ്പടി നൽകിയ സ്ഥാപനങ്ങൾക്ക് നികുതി ഇളവ് ഉൾപ്പെടെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ടോ? നാലാം ചോദ്യം, കരിമണൽ കമ്പനി ഉടമയുടെ ഭാര്യയുടെ സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്ന് എക്സാലോജിക് സ്വീകരിച്ച വായ്പ സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തതയില്ലെന്ന് ROC വെളിപ്പെടുത്തിയിട്ടുണ്ട്. എംപവർ നൽകിയ വായ്പ മുഴുവനായി എക്സാലോജിക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ആ പണം എവിടെ പോയി എന്ന് മുഖ്യമന്ത്രി ഒന്ന് പറയാമോ?